അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഈ നാരായണീയ ഹോമം അതാ ഭഗവാന് സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് വേറെ എവിടെയും ഇതുവരെ നാരായണീയ ഹോമമായിട്ട് ചെയ്തതായിട്ട് അറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും പറ്റി. സമയം വൈകിയാലും ചുരുക്കി പറയുകയാണ്. ഇതിനൊരു കാരണം, ഒരു ദിവസം കോയമ്പത്തൂരുള്ള ഒരു സ്വാമി, ഒരു അയ്യർ എന്നോട് പറഞ്ഞു, വിളിച്ചിട്ട് നാരായണീയത്തിലെ 43-ാമത്തെ ദശകത്തിലെ തൃണാവർത്തപഥത്തിലെ അവസാനത്തെ ശ്ലോകം വാദാത്മകം ധനുജമേവൈ എന്നുള്ള ശ്ലോകം 10,000 തവണ ഹോമിച്ച് തരണം, അതാണ് ആവശ്യം. അപ്പോൾ എന്താണത് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മറ്റൊരു അയ്യർ സ്വാമിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. പാരാലിസിസ്, തളർന്നു പോയിരിക്കും, നടക്കാൻ വയ്യ, സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ വിഷമത്തിൽ മകൻ ഒരു ദിവസം ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ, ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചു. ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ ശ്ലോകം 43-ാം ദശകത്തിലെ തൃണാവർത്തപഥത്തിലെ അവസാനത്തെ ശ്ലോകം 1,00,000 തവണ അമ്മോട് ജപിക്കാൻ പറയുക. 10,000 അതിൻ്റെ 10-1 ഹോമിക്കുക, അതിൻ്റെ 10-1 1000 പുഷ്പാഞ്ജലി ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അത് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത്, അതിന് വിധിയൊന്നും അറിയില്ല, അങ്ങനെ സമ്പ്രദായമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നെയ്യ് ഹോമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂർ ചെന്നു, അത് 10,000 ഹോമിച്ചു. ഈ മാമിയോട് അപ്പം തന്നെ ജപിക്കാൻ പറഞ്ഞു. അവർ 1,00,000 എന്നല്ല 5-6 ലക്ഷം ജപിച്ചു. രാവിലെ എണീറ്റാൽ ഉറങ്ങണ വരെ അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ആ മേൽപ്പത്തൂർ നടന്നതുപോലെ അവർ എണീറ്റ് നടന്നു. അതൊരു 6 കൊല്ലം മുമ്പുണ്ടായ കഥയാണ്. അതിനുശേഷം ഒരു ദിവസം ഇവിടെ പൂജ ചെയ്യുന്ന സമയത്ത്, ഇവിടെ നാരായണീയ എല്ലാ ഏകാദശിക്കും നാരായണീയുണ്ട്, ഇവിടെ സ്ഥിര ആൾക്കാർ വായിക്കുന്നുണ്ട്. ഈ അധ്യായം എത്തിയപ്പോൾ പെട്ടെന്ന് തോന്നി, നാരായണീയം മുഴുവനായിട്ട് ഹോമിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നി. അങ്ങനെ വിധിയൊന്നുമില്ല, എവിടെ അന്വേഷിച്ചു പോയപ്പോൾ എവിടെയും അതിന് വിധിയില്ല. ഒരു ദിവസം ദേവി മഹാത്മ്യം 11-ാം അധ്യായം ഇവിടെ എല്ലാ 30 വ്യാഴാഴ്ചയ്ക്കും ജപിക്കാറുണ്ട്, എല്ലാവരും ജപിക്കാറുണ്ട്. ദേവി മഹാത്മ്യം ജപിച്ചിട്ട് ശർക്കര പായസം ഹോമിക്കുന്നതിനാണ് ചണ്ഡികാഹോമം എന്ന് പറയുക. അതുപോലെ ഭഗവതിക്ക് ശർക്കര പായസമാണല്ലോ, ദേവി മഹാത്മ്യം ഭഗവതിക്കാണ്. ഭഗവാന് പാൽപ്പായസം ഹോമിച്ചിട്ട് നാരായണീയ ഹോമം ചെയ്താൽ എങ്ങനെയെന്ന് തോന്നി. അങ്ങനെ അതൊരു വിധി ഉണ്ടാക്കി പലരോടും ചോദിച്ചു, ആവാമെന്ന് പറഞ്ഞു. തെറ്റൊന്നുമില്ല, തെറ്റെന്തായാലും പറയാൻ പറ്റില്ല. നാരായണീയം ജപിക്കാന്നുണ്ടെങ്കിൽ നമുക്കത് ഹോമിക്കും ചെയ്യാം. കാരണം ശങ്കരാചാര്യർ കഴിഞ്ഞാൽ പിന്നെ മേൽപ്പത്തൂരാണ് കേരളത്തിൽ ഇത്രയധികം വേറൊരാളുണ്ടായിട്ടില്ല. മാത്രമല്ല ഭക്തിയിൽ അദ്ദേഹത്തിനെ വെല്ലാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, കമ്മിറ്റിയോട് അറിയിച്ചു. കമ്മിറ്റി പരിപൂർണമായ സഹകരണം, ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പരിപൂർണമായ സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് നടക്കാൻ പറ്റിയത്. അങ്ങനെ തോന്നിയ ഒരു ദിവസം, ഈ ഹോമത്തിന് മുമ്പ് മേൽപ്പത്തൂരായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കണം തോന്നി. അങ്ങനെ ഒരു ദിവസം മേൽപ്പത്തൂരിൻ്റെ ഇല്ലം തിരുനാവായയുടെ അടുത്ത് പോയി. അവിടെ പോയപ്പോൾ പൂട്ടിയിട്ടിരിക്കണു, തുറന്നിട്ടില്ല. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ പോവുക. അപ്പോൾ അവർ പറഞ്ഞു, ഗേറ്റ് തുറന്നിട്ടില്ലേ, രാമൻകുട്ടിയേട്ടൻ തുറക്കാറുണ്ടല്ലോ. രാമൻകുട്ടി എന്നുള്ള ആളാണ് അതിൻ്റെ കെയർ ടേക്കർ. അപ്പോൾ അവർ തന്നെ ഈ രാമൻകുട്ടി പറഞ്ഞ ആളെ വിളിച്ചു, ഇവിടെ ഒരാൾ തൊഴാൻ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വരും പറഞ്ഞു. ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇങ്ങനെ അദ്ദേഹം വന്നു, ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു. ഞങ്ങളകത്ത് പോയി. അവിടെ മേൽപ്പത്തൂരിൻ്റെ ഇല്ലം, മേൽപ്പത്തൂർ ജനിച്ച മേൽപ്പത്തൂരിൻ്റെ ഇല്ലം, മേൽപ്പത്തൂരിൻ്റെ അന്നം നിന്നു. അങ്ങനെ അത് മറ്റൊരാൾക്ക് വിറ്റു. അതൊരു മുസ്ലിമിൻ്റെ കയ്യിലെത്തി. മുസ്ലിമിന് പിന്നെ അവിടെ താമസിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് വന്ന് അദ്ദേഹം അത് ഗുരുവായൂർ ദേവസ്ഥത്തിന് കൊടുത്തു. 17 സെൻറ്റ് സ്ഥലം. അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്, മേൽപ്പത്തൂർ സ്മാരകം, ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി തൊഴുതു. അവിടുന്ന് ഒരു പിടി മണ്ണെടുത്തു. അത് കഴിഞ്ഞ് മേൽപ്പത്തൂർ വേദം, സംസ്കൃതം, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ചന്ദനക്കാവ്, അദ്ദേഹത്തിൻ്റെ പരദേവതയാണ്, ഉപാസനാമൂർത്തിയാണ്. ചന്ദനക്കാവിൽ 18 ദേവതകളുണ്ട്. അവിടെ പോയി അവിടെ തൊഴുതു. അവിടുന്ന് ഒരു മണ്ണെടുത്തു. അത് കഴിഞ്ഞ് സാക്ഷാൽ ഗുരുവായൂർ പോയി. മേൽപ്പത്തൂരാക്കിയത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനെ തൊഴുതു, ഒരു പിടി മണ്ണെടുത്തു. അത് കഴിഞ്ഞ് മൂക്കോല ഭഗവതി, മേൽപ്പത്തൂരിന് മോക്ഷം കിട്ടിയ സ്ഥലമാണ് മുക്തിസ്ഥലം എന്ന് പറയും, ചങ്ങരംകുളടുത്ത്. മൂക്കുതല പോയി, അവിടെയും തൊഴുതു. അവിടെയും മേൽപ്പത്തൂരിൻ്റെ മോക്ഷം കിട്ടിയ സ്ഥലത്തൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുന്ന് എടുത്തൊരു പിടി മണ്ണ്. ആ 4 മണ്ണും ഈ ഹോമകുണ്ഡത്തിൽ ഇട്ടിട്ടുണ്ട്. മേൽപ്പത്തൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്ഥലങ്ങളിലെയും മണ്ണ് ഈ ഹോമകുണ്ഡത്തിലിട്ടിട്ട് നമ്മളിത് നാരായണീയം പരിപൂർണമായി ഹോമിച്ച് ആദ്യമായിട്ട് നമുക്കത് വളരെ ഭംഗിയായിട്ട് ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എന്നൊരു ഫോട്ടോ എടുക്കും. നമ്മളിവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപം വരച്ചിട്ടുണ്ട്. പുരളിപ്പുറം നാരായണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതുല്യനായ ഒരു കലാകാരനുണ്ട്. അദ്ദേഹമാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ രൂപം വരച്ചപ്പോൾ ഇന്നൊരാൾ കുറേ ചിത്രം കൊണ്ടുവന്നതാണ്. നോക്കി നോക്കൂ, ഇവിടെ വരച്ച അതേ ചിത്രം. ഇതാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. കണ്ടോ, ഒരു വ്യത്യാസമില്ല. അതിൽ വരച്ചതിൽ ഭഗവാൻ പട്ടുകോണകാണ്, ഇതിൽ കോണകല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ വരച്ചിരിക്കുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതാണ് നമുക്ക് പരിപൂർണമായ അനുഗ്രഹം ഉണ്ടെന്ന് പറയാനുള്ള കാരണം. സമയം വൈകിച്ചാലും സാരില്ല, നമുക്ക് എന്തായാലും നാരായണീയം പൂർണ്ണമായും ഹോമിച്ചു. ചില ആൾക്കാർ എതിർപ്പുകളൊക്കെ പറഞ്ഞു, എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാരും അതിനോട് അനുകൂലമായ അഭിപ്രായം ഉണ്ടായത്. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം പറയാതെ വയ്യ.
പല ഭാഗത്തു നിന്നും ഇവിടെ നാരായണീയം ഹോമിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. നമുക്കിനി സമയം അധികം കളയണില്ല. ഇത് പൂർണ്ണാഹുതി ചെയ്തിട്ട് ഈ ഹോമം അവസാനിപ്പിച്ച് കർപ്പൂരം ഈ പൂഴിക്കുന്ന് ഭഗവാൻ വില്ലുമംഗലം, അതും കൂടി പറയാം, വില്ലുമംഗലം സ്വാമിയാർക്ക് പൂഴിയിൽ കളിക്കുന്ന ഭാവത്തിൽ കൃഷ്ണൻ ഇവിടുന്ന് ദർശനം നൽകിയെന്നാണ്. അങ്ങനെ സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കച്ചേരി നടത്തിയിട്ട് ഇവിടുന്ന് അദ്ദേഹം നടക്കിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, കൃഷ്ണ ഭഗവാനെ ഈ തടിയും വെച്ചിട്ട് നടക്കാൻ വയ്യ, എന്നെ അങ്ങോട്ട് വിളിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരിക്കുന്ന ചെതിൽ രാമമാരാർ പറഞ്ഞു, ഭാഗവതർ 100 വയസ്സ് വരെ ജീവിക്കും പറഞ്ഞു. നീയും ഉണ്ടാണ്ടിരിക്കുക, ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഇടപാടാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒളപ്പമണ്ണ മനയിൽ ചെന്നു. ഇതിൻ്റെ ഉടമസ്ഥർ ഒളപ്പമണ്ണ മനയാണ്. അവിടെ ജപിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണു. പെട്ടെന്ന് പൂമുള്ളി 6 തമ്പുരാൻ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭാഗവതർക്ക് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ ഇവിടുത്തെ മേൽശാന്തി അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുത്തു. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ആ ചെമ്പയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതിന് കുറേ തെളിവുകളുണ്ട്. പാദാഗ്രം കാന്തിമഞ്ജത് പ്രണതജനമനോമല്ലരോധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഗര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തമന്ത്രീം തതിമനുകലയേ മംഗളാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷധികസുമധുരം മുക്തിവാജാം നിവാസോ ഭക്താനാം കാമവർഷാതിദർശനം